കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കോട്ടയം സെഷൻസ് കോടതിയുടേതാണ് വിധി. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഈ സഹോദരനെയും മാതൃ സഹോദരനെയും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസായിരുന്നു. ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു. വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, വിധിയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് 4 വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ തെളിഞ്ഞത്. അത് 302 കൊലപാതകമാണ്. കൊലപാതകത്തിനാണ് ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നത്. 2 പേരെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 302 എന്ന് പറയുന്ന IPC വകുപ്പിന് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിക്രമിച്ചു കയറൽ ഭവനഭേദനത്തിന് 6 വർഷം തടവ് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 506(2) അതായത് ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, അതിനൊരു 2 വർഷം കൂടി ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആംസ് ആക്ടിലെ 30ാമത്തെ വകുപ്പ് പ്രകാരം ഒരു 3 മാസം കൂടി തടവ് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഈ ജീവപര്യന്തമല്ല അനുഭവിക്കേണ്ടത്, 8 വർഷം കഠിന തടവ് അത് അനുഭവിക്കണം. അതിനുശേഷമേ ഈ ജീവപര്യന്തം തുടങ്ങുകയുള്ളൂ. അതും പ്രത്യേകം അനുഭവിക്കണം, ഒന്നിച്ച് അനുഭവിക്കാൻ സാധിക്കും. അപ്പം ഈ കീഴ്ക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ നൽകിയെന്ന് പറയാം. പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചിരുന്നത് ഈ കൊലപാതകം സമാനതകളില്ലാത്തൊരു കൊലപാതകമാണ്, അതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ നൽകണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിലേക്ക് പോയില്ല. എന്നാലും തൃപ്തികരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ വെറും 15 സെന്റിന്റെ പേരിൽ നടന്ന ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഏതായാലും സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ജോർജ് കുര്യൻ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. കോട്ടയം സെഷൻസ് കോടതിയുടേതായിരുന്നു വിധി. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.